ഹായ് ഡിയർ ഫ്രണ്ട്സ്, മിഷൻ പോയിന്റ് പർപ്പസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഹൈ പ്രഷർ വാഷർ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അത് പ്രൊഫഷണൽ ആയിട്ട് നമ്മുടെ പെയിന്റിങ് വർക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റൂഫ് ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഹൈ പവറുള്ള മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിഷൻ പോയിന്റിൽ ഒരുപാട് അടിപൊളി നല്ല ക്വാളിറ്റി മെഷീൻസ് വന്നിട്ടുണ്ട്. ഐബലിന്റെ 79 Pro, അതുപോലെ ഐബലിന്റെ വിൻഡ് ഐഗ്രീൻ 750, അതുപോലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഐഗ്രീൻ 790. ഇതൊക്കെ ഐബലിന്റെ പ്രൊഫഷണൽ സീരീസ് മെഷീൻസ് ആണ്. ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള മെഷീൻസ്. നമുക്ക് കുറഞ്ഞ റേഞ്ച് കാർ വാഷുകളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കുറഞ്ഞ റേഞ്ച് കാർ വാഷുകളാണ്. ഒരു 3900 4000 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് റേഞ്ചുകളുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഹെവി ഡ്യൂട്ടി മെഷീൻസുകളാണ്. ഹൈ പവർ എന്ന് പറഞ്ഞാൽ 220 ബാറിൽ 3350 വാട്ട്സ് ഉള്ള ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് കണ്ടേക്കാം. മിഷൻ പോയിന്റ് തന്നെ ടൂൾസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ താഴെ തന്നെ കാണാൻ പറ്റും. ഈ മെഷീൻ്റെ ഫുൾ ആയിട്ട് അൺബോക്സിങ്ങും വീഡിയോയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീഡിയോയുടെ എൻഡ് തന്നെ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് പവർ ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത്രയും നല്ല പവർഫുൾ മെഷീനാണ്. എന്തുകൊണ്ടാണ് ഐബൽ എന്ന് ഞാൻ പറയാൻ, സർവീസാണ് ഏറ്റവും പ്രത്യേകത. ഐബലിൽ നമുക്ക് കാർ വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ സൈറ്റ് വാറണ്ടിയാണ്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റി നമ്മൾ വിളിച്ച് പറഞ്ഞാൽ 4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മുടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് തരും. അത് 6 മാസം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. 6 മാസം കഴിഞ്ഞ് നമുക്ക് ലൈഫ് ലോങ് തന്നെ ഈ ഓൺ സൈറ്റ് വാറണ്ടി കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഐബലിന്റെ കാർ വാഷ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത്. കാരണം സർവീസിനെ കുറിച്ച് യാതൊരു ടെൻഷനും ഇല്ല. ബാക്കിയുള്ള സാധാരണ കമ്പനികളുടെ ഒക്കെ തന്നെ പ്രൈസ് റേഞ്ച് തന്നെയാണ് ഐബലിന് വരുന്നത്. സ്പെയറിന് വില കൂടുതലോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ എങ്കിലും ബെറ്റർ ആയിട്ടുള്ള സർവീസ് കിട്ടുക എന്നുള്ളതാണ് ഐബലിന്റെ പ്രത്യേകത. ഈ മെഷീൻ്റെ ഞാൻ അതിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇതിന്റെ ലാസ്റ്റ് ഞാൻ പഴയ എടുത്ത വീഡിയോ ഉണ്ട്, അതിന്റെ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ. നമ്മളിങ്ങനെ ഔട്ട് എടുത്ത് കൊടുത്ത ശേഷം ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഓസ് തന്നെയാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയതായതുകൊണ്ട് നമ്മുടെ സ്വന്തം ഓസ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മിഷീൻ്റെ ഓസ് അവിടെ വെച്ച്, കാരണം മണ്ണിലിട്ട് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. നോർമലി ഈ എൻഡും 2 എൻഡും ഒരേപോലെ തന്നെയാണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് ഓണാക്കി പിടിച്ച് ജസ്റ്റ് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഓക്കെ. നമുക്കിതിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സീറോയുടെ ടിപ്പുണ്ട്. സീറോ ടിപ്പ് ഇട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള പായലുണ്ട് ഇവിടെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്ക് അടിച്ചു നോക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം. നല്ല അടിപൊളി പവറാണ് കേട്ടോ. ഹൈ പവർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൈ പവർ. സീറോ നമുക്ക് ഊരി മാറ്റിയിട്ട് നമുക്കൊരു 25 ഇട്ട് നോക്കി നോക്കാം കേട്ടോ. അതിൻ്റെ പവർ കാണിച്ചു തരാം. സൂപ്പറായിട്ട് ഉണങ്ങി പിടിച്ചിരിക്കുന്ന പായലാണ്. സൂപ്പറായിട്ട് പോണെന്ന് സെക്കൻഡ് വെച്ച ക്ലീൻ ആവും. ഇതിൽ എത്രത്തോളം ഡീപ്പായിട്ട് പോകുന്നുണ്ടെന്ന് കൃത്യം ഇതിൽ നോക്കിയാൽ മനസ്സിലാകാൻ പറ്റുന്നുണ്ടോ. അത്രയും പവറാണ് ഇതിന്. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ പവർ കൂടിയ ഒരു ടിപ്പായിട്ടുള്ള നമുക്ക് 40 ഇത് അത് 25ആണ്. ഇത് 15 ഇട്ട് നോക്കാം. നമുക്ക് 15 ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ പവർ കാണിച്ചു തരാം കേട്ടോ. 15 ഒക്കെ ഇട്ട നല്ല പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേ പവറാട്ടോ. 25 വരുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ 2 ഭാഗവും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ടാവും. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. അതാണ് പുതിയ വാർപ്പ് പോലെ ആണോ ഇതിൻ്റെ. നമ്മുടെ ടെർബോയുടെ ലാൻസ് ഇത് ജസ്റ്റ് നമുക്കതൊന്ന് ഇട്ടിട്ട് ചുഴറ്റി അടിക്കുന്നത് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. ആഹാ, അടിപൊളി. ഇത് അത്രൻ്റെ 3 ഇഞ്ചൊന്നും അല്ല കേട്ടോ. കണ്ടോ, ഒരു 4-5 ഇഞ്ചൊക്കെ ഒരു ഗ്യാപ്പിൽ അടിച്ച് പൊളിച്ചത് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. എത്ര പെട്ടെന്നാണ് ഏരിയ കവർ ചെയ്ത് പോകണമുണ്ടോ.